വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. എൻ്റെ പേര് ആൽഫിയ. നമ്മൾ ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു പാർട്ടായിട്ടുള്ള നൗണിന്റെ ഒരു പാർട്ടായിട്ടുള്ള കളക്റ്റീവ് നൗൺസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. PSC എക്സാംസിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കേട്ടിട്ടുള്ള ഒരു പാർട്ടാണ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് നമ്മുടെ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കളക്റ്റീവ് നൗൺസ്. അപ്പോൾ എന്താണ് കളക്റ്റീവ് നൗൺസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നൗൺസ് പഠിച്ചപ്പോൾ എന്താണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു. എന്താണ് കളക്റ്റീവ് നൗൺസ്? A collective noun is a noun that functions as a singular noun while referring to a group of people or things. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ സാധനങ്ങളെ എന്തിനെങ്കിലും ഒരൊറ്റ വാക്ക് കൊണ്ട് ഒരൊറ്റ വേർഡ് കൊണ്ട് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയും? കളക്റ്റീവ് നൗൺ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. there is a bunch of grapes. അപ്പോൾ ആ ബഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രേപ്സിന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഗ്രേപ്സിന്റെ ഒരു കൂട്ടത്തിനാണ് പറയുന്നത് bunch of grapes എന്ന് പറയുന്നത്. So there is a bunch of grapes. A swarm of bees attacked me. ഒരു ബീസിന്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ ഒരു കൂട്ടം എന്നെ എന്ത് ചെയ്തു? ആക്രമിച്ചു. അറ്റാക്ക് മീ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വാം എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. അടുത്ത സെന്റൻസ് നോക്കാം. ഐ ഹാവ് എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഫോർ ലോണ്ട്രി. കഴുകാനായിട്ട് ഒരു കുന്ന് തുണി എവിടെയുണ്ട്? വീട്ടിലുണ്ട്. ഐ ഹാവ് എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഫോർ ലോണ്ട്രി. അപ്പോൾ പൈൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോത്ത്സിന്റെ ഒരു കൂട്ടം. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 എക്സാമ്പിൾസ് പഠിച്ചു. അവിടെ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടു? ബഞ്ച്, സ്വാം, പൈൽ. ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗൺസ് ആണ്. അപ്പം ഒരു സെന്റൻസിൽ കളക്റ്റീവ് നൗൺ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, there is a dash of grapes. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിനകത്ത് ഏതാണ് ചൂസ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? ബഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കളക്റ്റീവ് നൗൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, എന്തൊക്കെ വേർഡ്സ് ആണ് അതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരുപാടുണ്ട് കളക്റ്റീവ് നൗൺസ്. വളരെ വിശാലമായിട്ടുള്ളൊരു വൊക്കാബുലറി ഏരിയ ആണ്. എന്നാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എ ഹേർഡ് ഓഫ് കൗസ്. പശുക്കളുടെ ഒരു കൂട്ടം. അതിനെന്ത് പറയും? ഹേർഡ് എന്ന് പറയും. അടുത്തത് എ കൊയർ ഓഫ് സിംഗേഴ്സ്. പാട്ടുകാരുടെ ഒരു കൊയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. കൊയർ എന്ന് പറഞ്ഞാൽ സിംഗേഴ്സ് എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോഴാണ് അതിന് എന്ന് പറയുന്നത് കൊയർ എന്ന് പറയുന്നത്. കൊയർ ഓഫ് സിംഗേഴ്സ്. അടുത്തത് എ ടീം ഓഫ് പ്ലേയേഴ്സിന്റെ ഒരു ടീം. അറിയാലോ, ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ടീം എന്താണ്? പ്ലേയേഴ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ് പറയുന്നത് ടീം എന്ന് പറയുന്നത്. അടുത്ത എ ഡെക്ക് ഓഫ് കാർഡ്സിന്റെ ഒരു കൂട്ടത്തിന് എന്ന് പറയും ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയാം. അപ്പൊ അതിനെ പറയുന്നത് തന്നെ ഡെക്ക് ഓഫ് കാർഡ്സ് എന്നാണ്. ഒരു കാർഡ് മാത്രമേ കാർഡ് എന്ന് പറയാം. പക്ഷെ കുറെ കാർഡുകൾ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഇറ്റ് ഇസ് എ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് നമുക്ക് പറയാം. അടുത്ത സ്കൂൾ ഓഫ് ഫിഷ്. ഒരു ഫിഷ് സിംഗുലർ എന്താണ്? ഒരു ഫിഷ്. എന്നുവെച്ചാൽ കുറച്ച് ഫിഷസ് എല്ലാം കൂടെ കൂട്ടം കൂടി വരികയാണെങ്കിൽ അതിനെന്ത് പറയും? സ്കൂൾ ഓഫ് ഫിഷ്. ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്ന് പറയില്ല. അതിനെന്ത് പറയും? സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും. അടുത്തതാണ് എ ഗ്യാങ് ഓഫ് തീവ്സ്. ആ ഗ്യാങ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ അറിയാം. തീവ്സ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഗ്യാങ്ങിലോട്ട് തന്നെ പോകും. എ ഗ്യാങ് ഓഫ് തീവ്സ്. ആൻഡ് ഓർക്കസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ്. അപ്പോൾ ഓർക്കസ്ട്ര എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്? കളക്റ്റീവ് നൗൺ. ഓക്കെ, മ്യൂസീഷ്യൻസ് എല്ലാം കൂടെ കൂടിയിരിക്കുന്നതിന് എന്ത് പറയും? ഓർക്കസ്ട്ര എന്ന് പറയും. കേട്ടിട്ടില്ലേ? ഓരോ മ്യൂസിക്കൽ റിയാലിറ്റി ഷോസിലൊക്കെ ഓർക്കസ്ട്ര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ മ്യൂസീഷ്യൻസ് എല്ലാം കൂടെ കൂടിയിരിക്കുന്ന കൂട്ടത്തിനെയാണ് എന്ന് പറയുന്നത് ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു ബോർഡ്. എ ബോർഡ് ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അപ്പൊ എന്താണ് ബോർഡ് എന്ന് പറഞ്ഞാൽ? അവിടെ ഇന്റർവ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ ഒരു കൂട്ടം. അതിനെയാണ് പറഞ്ഞത് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ ചുരുക്കം ചില എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് വേർഡ്സ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ കയറും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് സെന്റൻസസ് നോക്കാം. സെന്റൻസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സെന്റൻസ് നോക്കാം. The team celebrates their achievement. See, അവിടെ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്ലേയേഴ്സ് എന്ത് ചെയ്തു? അവരുടെ അച്ചീവ്മെന്റ് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആ പ്ലേയേഴ്സിന്റെ ഒരു കൂട്ടത്തിന് എന്ത് പറയും? ടീം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ സെന്റൻസ് നമ്മൾ അവിടെ പ്ലേയേഴ്സ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ നമ്മൾ ടീം എന്ന് യൂസ് ചെയ്തു അല്ലേ? അടുത്ത രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. The army needs new supplies. സോൾജേഴ്സ് വരുമ്പോഴത്തേക്ക് അത് കളക്റ്റീവ് നൗൺ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സോൾജേഴ്സിന് പകരം അവിടെ എന്ത് യൂസ് ചെയ്തു? കളക്റ്റീവ് നൗൺ ആയ ആർമി യൂസ് ചെയ്തു. ആർമി നീഡ്സ് ന്യൂ സപ്ലൈസ്. പുതിയ സപ്ലൈസ് അവർക്ക് വേണം. അടുത്ത സെന്റൻസ് നോക്കാം. ദ ഓഡിയൻസ് ക്ലാപ്സ് വെൻ ദ കർട്ടൻ ഗോസ് ഡൗൺ. അപ്പൊ എന്താണ്? കാഴ്ചക്കാരായിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ കളക്റ്റീവ് നൗൺ എന്താണ്? ഓഡിയൻസ് ആണ്. അപ്പം കാഴ്ചക്കാരായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ എന്ന് പറയാം? ഓഡിയൻസ് എന്ന് പറയാം.
Okay, the audience claps when the curtain goes down. So avade audience aanu collective noun. The class hopes that there will be no homework tonight. ഇന്ന് ഒരു ഹോംവർക്ക് ഉണ്ടാവില്ലെന്ന് ആരാണ് ഹോപ്പ് ചെയ്തത്, ആരാണ് ആഗ്രഹിച്ചത്? ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ക്ലാസ് എന്നുള്ള ഒറ്റ വാക്ക് തന്നെ യൂസ് ചെയ്തു. അതാണ് അവിടുത്തെ കളക്റ്റീവ് നൗൺ. അടുത്തത് the band enjoys performing for their fans. The band enjoys performing for their fans. അപ്പം അവിടെ മ്യൂസീഷ്യൻസിന്റെ ഒരു കൂട്ടത്തിന് നമുക്ക് ഓർക്കസ്ട്ര എന്ന് പറയാം. അതേസമയം റോക്ക് ബാൻഡ് എന്നൊക്കെ എടുത്തില്ലേ, അപ്പം മ്യൂസീഷ്യൻസിന്റെ ഒരു കൂട്ടത്തിന് നമുക്ക് ബാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ബാൻഡിലുള്ള ആൾക്കാർ ദ ബാൻഡ് എൻജോയ്സ് പെർഫോമിംഗ് ഫോർ ദ ഫാൻസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത് ബാൻഡിന് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് നമ്മൾ സെന്റൻസസിനകത്ത് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് വേർഡ്സ് നമ്മൾ എക്സ്ട്രാ ഇടാതെ എന്താണ് പക്ക പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പം ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നതിന് പകരം ടീം എന്ന് പറയുന്നു, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന് പകരം ക്ലാസ് എന്ന് പറയുന്നു, ഗ്രൂപ്പ് ബഞ്ച് ഓഫ് പീപ്പിൾ ഹു ഈസ് വാച്ചിങ് ദ ഷോ എന്ന് പറയുന്നതിന് പകരം ഓഡിയൻസ് എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് എന്ത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സെന്റൻസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വർക്ക് ഷീറ്റ്സും കൂടെ നോക്കാം. വിച്ച് ഇസ് എ കളക്റ്റീവ് നൗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കളക്റ്റീവ് നൗൺ, ഏതായിരിക്കും കളക്റ്റീവ് നൗൺ എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ. സി, ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രെങ്ത്, സെക്കൻഡ് ഓപ്ഷൻ ടീം, തേർഡ് ഓപ്ഷൻ ടേബിൾ, ഫോർത്ത് ഓപ്ഷൻ സൈറ്റ്. സി, എന്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അറിയാം അല്ലെ, എന്താണ് ടീമാണ് കളക്റ്റീവ് നൗൺ അല്ലെ, സ്ട്രെങ്ത് കളക്റ്റീവ് നൗൺ അല്ല, ടേബിൾ കളക്റ്റീവ് നൗൺ അല്ല, സൈറ്റും കളക്റ്റീവ് നൗൺ അല്ല. എന്താണ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിന് നമുക്ക് ടീം എന്ന് പറഞ്ഞൂടെ. സോ ഇറ്റ് ഈസ് ദ കളക്റ്റീവ് നൗൺ ഹിയർ. അപ്പം ഇങ്ങനെ കളക്റ്റീവ് നൗൺസ് കാണുമ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഓഫ് എന്തിൻ്റെങ്കിലും ഗ്രൂപ്പ് ആണോ, എന്തിൻ്റെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ ഇങ്ങനത്തെ പേര് പറയുമോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്റ്റീവ് നൗൺ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം കളക്റ്റീവ് നൗൺസിന്റെ കുറച്ച് വർക്ക് ഷീറ്റ്സ് നമുക്ക് നോക്കാം. ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കളക്റ്റീവ് നൗൺസ് തന്നിട്ടുണ്ട്. കൊയർ, പ്രൈഡ്, ഹേർഡ്, ബഞ്ച്, ട്രൂപ്പ്, ഫ്ലൈറ്റ്, ബാൻഡ്, സ്വാം, ലിറ്റർ. അപ്പൊ ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. ഈ കളക്റ്റീവ് നൗൺസ് എല്ലാം നമുക്ക് സെന്റൻസസിനകത്ത് എങ്ങനെ യൂസ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യാം, ഏതൊക്കെ ഗ്രൂപ്പിനാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the cat has a dash of 5 kittens. Cat has a dash of 5 kittens. കിറ്റൻസിന്റെ ഗ്രൂപ്പിന് എന്ന് പറയും, ലിറ്റർ എന്നാണ് പറയുന്നത്. കിറ്റൻസിന്റെ ഗ്രൂപ്പിനെ ലിറ്റർ എന്ന് പറയും. The cat has a litter of 5 kittens. എളുപ്പമല്ലേ, ലിറ്റർ കിറ്റ്, ലിറ്റർ കിറ്റ് റൈമിംഗ് ആണ്. സോ the cat has a litter of 5 kittens. അടുത്തത്, the dash of singers sang melodiously. The dash of singers, സിംഗേഴ്സിന്റെ കൂട്ടത്തിന് എന്ത് പറയാം? ഇതിനകത്ത് choir, pride, herd, bunch, troop, flight, band, swarm ഏത് പറയാം? The choir of singers sang melodiously നമുക്ക് പറയാം. അടുത്തത്, the jungle safari gave us an opportunity to spot a dash of lions. അപ്പോൾ ലയൺസിന്റെ കൂട്ടത്തിന് എന്ത് പറയും? പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രൈഡ് ഓഫ് ലയൺസ്? അപ്പോൾ ലയൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു അഭിമാനം, ദാറ്റ് പ്രൗഡ് ആൻഡ് പ്രൈഡ് ഉണ്ടല്ലോ, അത് മനസ്സിൽ വന്നാൽ മതി. കാട്ടിലെ രാജാവ് എന്ന് ഓർമ്മിച്ചാൽ മതി. സോ ഇറ്റ് ഇസ് കോൾഡ് പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പോൾ അത് പ്രൈഡ് ഓഫ് ലയൺസ് ആണ്. അടുത്തത്, the poachers were attacked by a dash of wild elephants. wild elephants-ന്റെ ഒരു കൂട്ടം, അതിന് എന്ത് പറയും? herd of wild elephants എന്ന് പറയും. herd of wild elephants. The poachers were attacked by a herd of wild elephants. അടുത്ത സെന്റൻസ്, a dash of bees forced us to take shelter in the cave. dash of bees, bees എന്ന് പറഞ്ഞാൽ ബീസിന്റെ ഒരു കൂട്ടം, തേനീച്ചകളുടെ ഒരു കൂട്ടത്തിന് എന്ത് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് swarm of bees forced us to take a shelter in the cave. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നോക്കാം. The cat has a litter of 5 kittens. The choir of singers sang melodiously. The jungle safari gave us an opportunity to spot a pride of lions. The poachers were attacked by a herd of wild elephants. The swarm of bees forced us to take the shelter in the cave. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെന്റൻസസിനകത്ത് യൂസ് ചെയ്യുന്നത്. ബാക്കി വേർഡ്സും കൂടെ നമുക്ക് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A dash of stairs leads to the terrace. A dash of stairs എന്ന് പറയുന്നത് സ്റ്റെപ്പുകളുടെ കൂട്ടം. അതിന് dash of stairs, അതിന് എന്ത് പറയും? ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്.
സ്റ്റെയർസ് എന്താണ്? എപ്പോഴും മുകളിലോട്ട് പോകുന്ന സാധനമാണല്ലോ, അത് ഓർമ്മിച്ചാൽ മതി. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ലീഡ്സ് ടു ദ ടെറസ്. അത് ഏഴാമത്തത്, ദ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ് ഡെലിവേർഡ് എ മാജിക്കൽ പെർഫോമൻസ്. ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ്, അപ്പൊ മ്യൂസീഷ്യൻസിന്റെ ഒരു കൂട്ടം, അതിനെ നമുക്ക് എന്ത് പറയാം? ബാൻഡ് എന്ന് പറയാം. അപ്പൊ മ്യൂസീഷ്യൻസിന്റെ ഒരു കൂട്ടം, ദ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ഡെലിവേർഡ് എ മാജിക്കൽ പെർഫോമൻസ്. പിന്നെ അടുത്തത്, ദ ചിൽഡ്രൻ വെർ അമ്യൂസ്ഡ് ബൈ ദ ഡാഷ് ഓഫ് മങ്കീസ് ഇൻ ദ പാർക്ക്. കുട്ടിക്ക് എന്തായി? മങ്കീസിനെ കണ്ടിട്ട് ഭയങ്കര, മങ്കീസിന്റെ കൂട്ടത്തിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി, അല്ലെങ്കിൽ അമ്യൂസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ ആ മങ്കീസിന്റെ കൂട്ടത്തിന്, ഗ്രൂപ്പ് ഓഫ് മങ്കീസിന് എന്ത് പറയും? ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് മങ്കീസിനെ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും. The children were amused by the troop of monkeys in the park. The troop of monkeys in the park. അടുത്തത്, a dash of grapes was hanging from the vine. A dash of grapes, ഒരു ഗ്രേപ്സിന്റെ ഒരു കൂട്ടം, അതിനെയാണ് എന്ത് പറയുന്നത്? ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു സെന്റൻസ് പഠിച്ചു അല്ലേ? A bunch of grapes was hanging from the vine. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വർക്ക്ഷീറ്റിലെ വേർഡ്സ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. A flight of stairs leads to the terrace. A band of musicians delivered a magical performance. The children were amused by the troop of monkeys in the park. The bunch of grapes was hanging from the vine. അപ്പം സ്റ്റെയർസിന്റെ ഇതിനെന്ത് പറയും? ഗ്രൂപ്പ് ഓഫ് സ്റ്റെയർസിന് എന്ത് പറയും? ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്ന് വെച്ചാൽ മുകളിലോട്ട് പോകുക, അത് തന്നെയാണ് മീനിങ്. അപ്പൊ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ഡെലിവേർഡ് എ മാജിക്കൽ പെർഫോമൻസ്. അതുപോലെ തന്നെ മങ്കീസിന്റെ ഗ്രൂപ്പിനെ ട്രൂപ്പ് എന്ന് പറയും, ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഓക്കെ, ദ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റിനകത്ത് പഠിക്കുന്ന കളക്റ്റീവ് നൗൺസ്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ കിച്ചന്റെ ഗ്രൂപ്പിനെ എന്ത് പറഞ്ഞു? ലിറ്റർ എന്ന് പറഞ്ഞു. സിംഗേഴ്സിന്റെ ഗ്രൂപ്പിനെ ക്വയർ എന്ന് പറഞ്ഞു. ലയൺസിന്റെ ഗ്രൂപ്പിനെ പ്രൈഡ് എന്ന് പറഞ്ഞു. വൈൽഡ് എലിഫന്റ്സിന്റെ ഗ്രൂപ്പിനെ എന്ത് പറഞ്ഞു? ഹേർഡ് എന്ന് പറഞ്ഞു. ബീസിന്റെ ഗ്രൂപ്പിന് എന്ത് പറഞ്ഞു? സ്വാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ബീസിന്റെ ഗ്രൂപ്പ് സ്വാം, herd of wild elephants, pride of lions, choir of singers, litter of kittens, പിന്നെ bunch of grapes, bouquet of flowers. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം? കളക്റ്റീവ് നൗൺസ്, പുതിയ വേർഡ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഒരുപാട് വേർഡ്സ് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. കുറച്ച് വേർഡ്സ് കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാം. A herd of cows, a choir of singers, a team of players, a deck of cards, a school of fish, gang of thieves, orchestra of musicians, board of directors. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന വാക്കുകളുടെയൊക്കെ, ഈ പറയുന്ന ആനിമൽസ് ആയിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, പ്ലേയേഴ്സ്, കാർഡ്സ്, ഫിഷ്, എനിത്തിങ്, അതിൻ്റെയൊക്കെ ഗ്രൂപ്പിനെ എല്ലാത്തിനും എന്തുണ്ടാവും? അതിനൊരു പേരുണ്ടാവും. അപ്പം ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കളക്റ്റീവ് നൗൺസ് ഒരുപാട് വട്ടം PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് കളക്റ്റീവ് നൗൺസ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കളക്റ്റീവ് നൗൺസ് ഒത്തിരി എടുത്ത് വെച്ച് ഉള്ള കളക്റ്റീവ് നൗൺസ് ഒക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് കുറച്ചൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണ്. നമ്മൾ നോർമലി വൊക്കാബുലറി ഒക്കെ ഉണ്ട്, നമ്മൾ സ്ഥിരം ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ വായിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ മനസ്സിൽ ഈ കളക്റ്റീവ് നൗൺസ് വരാറുണ്ട്. ഇപ്പം ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നത് വേറെ ഒരു വാക്കും വരാനില്ല. ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. പൈൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ പൈൽ ഓഫ് ക്ലോത്ത്സ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കേൾക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ലാംഗ്വേജിൽ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ കളക്റ്റീവ് നൗൺസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺസ് എന്നും കൂടെ പറയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ക്ലാസ്.